ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാരു ആകാശിനെ ഫോൺ വിളിച്ച് പറയുകയാണ് കുടുംബക്ഷേത്രത്തിലേക്ക് ഇന്ന് വൈകിട്ട് പോകണം. അക്കുച്ചേട്ടൻ എത്രയും പെട്ടെന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത ശേഷം ശ്രേയയുടെ അനുവാദം വാങ്ങിയിട്ട് വരാം. നീ എന്തായാലും അപ്പോഴത്തേക്കും റെഡിയായി നിൽക്കുക എന്ന് പറഞ്ഞാണ് ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ ആകാശ് ദിലീപിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഫയലുകൾ കൊടുത്ത ശേഷം ദിലീപിനോട് പറയുകയാണ്, ശ്രേയ മേഡത്തിൻ്റെ അടുത്ത് നിന്നും എനിക്കിപ്പോൾ പോകാനുള്ള പെർമിഷൻ ദിലീപ് സാർ വാങ്ങിച്ചു തരണം. എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ട് കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനുണ്ട്. പക്ഷേ അങ്ങനെ ചോദിച്ചാൽ ശ്രേയ മേഡം തരില്ല. അതുകൊണ്ട് എനിക്ക് പനിയാണെന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ദിലീപ് നേരെ ഫയലുകളും വാങ്ങിയിട്ട് ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് ഈ ഫയലുകൾ കൊടുത്തിട്ട് മേഡം ഇതിൽ ഒപ്പിട്ട് തരണം എന്ന് പറയുമ്പോൾ ദിലീപ് അവിടെ വെക്കുമോ എന്ന് പറയണം. അപ്പോഴും ദിലീപ് പോവാതെ നിൽക്കുമ്പോൾ എന്താ ദിലീപ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല മേഡം, ആകാശ് സാറിൻ്റെ ജോലികൾ കഴിഞ്ഞു എന്നാ പറഞ്ഞത്. വീട്ടിലേക്ക് പോകാനുള്ള പെർമിഷൻ വാങ്ങിക്കണം എന്നാ പറഞ്ഞത്. എന്താ അപ്പോൾ ആകാശിന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ? എന്തോ സാറിന് എന്തോ പനിയാണെന്നാ പറഞ്ഞത്. മേലും കൈയൊക്കെ വേദനയുണ്ട്. അതുകൊണ്ട് ശ്രേയ മേഡത്തിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോഴല്ലേ ആകാശിനെ കണ്ടത്, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ പെട്ടെന്ന് എന്താ ഒരു പനി? അതെനിക്ക് അറിയില്ല മേഡം. എങ്കിൽ ദിലീപ് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ശ്രേയ പെട്ടെന്ന് തന്നെ ഹേമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ ആൻറ്റി എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ചെറിയൊരു ജോലിയിലാണ്. എന്തിനാണ് ആൻറ്റി ജോലിയൊക്കെ എടുക്കുന്നത്? ആൻറ്റിക്ക് റെസ്റ്റ് എടുത്തൂടെ? ആൻറ്റിക്ക് വയ്യാത്തതല്ലേ? അതൊന്നും ഒരു കുഴപ്പവുമില്ല മോളെ. പൊന്നു എന്തിനാണ് ഇപ്പോൾ വിളിച്ചത്? അല്ല ആൻറ്റി, ഇന്ന് വൈകിട്ട് ചാരുവും ആകാശും എവിടേക്കെങ്കിലും പോകുന്നുണ്ട്. ഇന്ന് അമ്പലത്തിലേക്ക്, കുടുംബക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാൻ നിൽക്കുന്നുണ്ട് അവർ. സന്താന ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി അവിടെ പ്രത്യേകം വഴിപാടൊക്കെ നടത്തുന്നുണ്ട്. അത് ശരി. അപ്പോൾ എങ്ങനെയാണ് പൊന്നു ഇതറിഞ്ഞത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അല്ല, നീ ഇപ്പം എന്നോട് വിളിച്ച് ചോദിച്ചില്ലേ? അതോ ആകാശ് ഇപ്പം എന്നോട് പെർമിഷൻ ചോദിച്ചു. അതിൻ്റെ സംശയം തീർക്കാനാണ് ഞാനിപ്പോൾ ആൻറ്റിക്ക് ഫോൺ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞാണ് ഫോൺ വെക്കുന്നത്. എന്നിട്ട് ആകാശും ചാരുവും അമ്പലത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രേയ ദിലീപിൻ്റെ കയ്യിൽ ഒരു വലിയ ഫയൽ അങ്ങ് കൊടുക്കുകയാണ്. ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആകാശിനോട് പോവാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയ്യോ മാഡം, ഇതൊക്കെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും രാത്രിയാവില്ലേ? പിന്നെ എങ്ങനെയാണ് ആകാശ് സാർ വൈകിട്ട് പോവുക? അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ജോലിയാണ്. ദിലീപ് ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ ദിലീപ് ആകാശിൻ്റെ അടുത്ത് ഈ ഒരു ഫയൽ കൊണ്ടുകൊടുക്കുകയാണ്. അല്ല മേഡം പെർമിഷൻ തന്നോ എന്ന് ചോദിക്കുമ്പോൾ മേഡം പെർമിഷൻ തന്നു, പക്ഷേ ഈ ഫയൽ കൂടി തീർത്ത ശേഷം പോയാൽ മതി എന്നാണ് മേഡം പറഞ്ഞത്. അയ്യോ, ഈ ഫയലോ? ഇത് എപ്പോൾ തീർത്ത് പോവാനാണ്? ഇത് തരുമ്പോഴത്തേക്കും ഞാൻ രാത്രിയാകുമല്ലോ. പക്ഷേ മേഡം പറഞ്ഞതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇത് അത്യാവശ്യമായിട്ട് തീർക്കേണ്ട ഫയലാണത്രേ. എനിക്കറിയാം, ഞാൻ പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ സംസാരിച്ചോളാം മേഡത്തിനോട്. അത് വേണ്ട സാർ, വെറുതെ എന്തിനാണ് വെറുതെ പ്രശ്നമുണ്ടാക്കിയിട്ട് ഇപ്പോൾ പോവാൻ ഒരുങ്ങുന്നത് ഇല്ലാതാക്കുന്നത്? അതിലും ഭേദം സാറിപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി തീർത്ത് പെട്ടെന്ന് പോവാൻ നോക്ക്. അല്ലാതെ വെറുതെ സംസാരം ഉണ്ടാക്കിയിട്ട് പോവാനായിട്ട് അനുമതി തരികയുമില്ല. പിന്നെ ഇത് തീർക്കാനുള്ള സമയവും എടുക്കും. അതിലും ഭേദം ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ പോരെ. പെട്ടെന്ന് ഈ ജോലി തീർത്തിട്ട് പോവാൻ നോക്ക്. അതാണ് ഏറ്റവും നല്ലത്. അത് കേട്ടപ്പോൾ ദിലീപ് പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ആകാശിന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ആകാശ് സംസാരമൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ ആ ജോലി തീർക്കാൻ വേണ്ടിയുള്ള ധൃതിയിൽ ഓരോന്ന് ചെയ്യുകയാണ്. ഈ സമയം ചാരു ആകാശിനെയും പ്രതീക്ഷിച്ച് ഡ്രസ്സൊക്കെ മാറിയ ശേഷം അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുക കേട്ടോ. അത് കാണുന്ന ഹേമയ്ക്കും അശ്വതിക്കും ദേഷ്യം പിടിക്കുകയാണ്. ഇവളുടെ ഈ പോക്ക് പോവാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ അമ്മേ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ, നോക്കാം, നമുക്ക് പോവാതിരിക്കാൻ. എന്തെങ്കിലും പൊന്നു ചെയ്യാതിരിക്കില്ല. ആകാശ് വന്നാലല്ലേ ഇവള് പോവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ബാലൻ അവിടേക്ക് വരുന്നത്. എന്തായി ചാരു, പോവാൻ റെഡിയായോ? അക്കുച്ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. എങ്കിൽ നീ അവനൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ആകാശിൻ്റെ ഫോണിലേക്ക് ചാരു വിളിക്കുകയാണ്. അങ്ങനെ ആകാശ് ഫോൺ എടുത്ത് പറയുകയാണ്, നീ പൊയ്ക്കോ കാക്കോത്തി, കാരണം എൻ്റെ ജോലി ഇതുവരെ തീർന്നിട്ടില്ല. എന്താ അക്കുച്ചേട്ടൻ ഈ പറയുന്നത്? അക്കുച്ചേട്ടൻ വരാ എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഡ്രസ്സ് മാറിയത്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എൻ്റെ ജോലി തീർന്നിട്ടില്ല. ആ രാക്ഷസി എനിക്ക് പോവാതിരിക്കാൻ വേണ്ടി വീണ്ടും ഒരുപാട് ജോലി തന്നു. അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല. അത് പിന്നെ അക്കുച്ചേട്ടൻ പറഞ്ഞ കാരണമല്ലേ ഞാൻ പോവാൻ വേണ്ടി റെഡിയായത്. നിന്നോടെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് വേണമെങ്കിൽ നീ പൊയ്ക്കോ. എനിക്കിപ്പോൾ ഈ ജോലിയിൽ നിന്നും വരാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് ആകാശ് അങ്ങ് ദേഷ്യപ്പിടിച്ച് ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകാശ് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രേയ വരികയാണ്. എന്നിട്ട് ശ്രേയ ദിലീപിനെയും കൂട്ടി പോവാൻ ഒരുങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാഫുകളോട് എല്ലാവരോടും പറയുകയാണ്, ഞാനിപ്പോൾ ജോലിയുടെ ഭാഗമായി അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ ജോലി തീർക്കാതെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് പോലും തന്നെയും എന്നെ
പറ്റിച്ച് വീട്ടിലേക്ക് പോവാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്ന് പറഞ്ഞ് ശ്രേയ പോവാൻ ഒരുങ്ങുമ്പോൾ ആകാശ് പറയാണ്, മാഡം ഒന്ന് അവിടെ നിന്നേ എന്ന് പറയട്ടോ. എന്നിട്ട് ആകാശ് പറയാണ്, അല്ല മാഡം, 6 മണി വരെയല്ലേ ഗവൺമെൻറ് ജോലിയാണിത്, 6 മണി വരെയല്ലേ ഉള്ളൂ ജോലി, അതുകൊണ്ട് എന്ത് ജോലിയാണെങ്കിലും ശരി 6 മണി കൂടുതൽ ഞങ്ങളിവിടെ ജോലിക്കൊന്നും നിൽക്കില്ല. ഇത് മാഡത്തിൻ്റെ സ്വന്തം കമ്പനിയൊന്നുമല്ലല്ലോ, ഇത് ഗവൺമെൻറ് ജോലിയാണ്. ഞങ്ങൾക്ക് 6 മണി വരെയാണ് ജോലി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 6 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാരും ഇവിടെ എന്ത് ജോലിയാണെങ്കിലും കൂടി ഞങ്ങളിവിടെ നിൽക്കില്ല. ഇനിയിപ്പോൾ കൂടുതൽ നേരം ജോലി ചെയ്യണമെന്ന് മാഡം പറഞ്ഞാലും ഞങ്ങളാരും അനുസരിക്കില്ല. അത് കേട്ടപ്പോൾ ആകാശിൻ്റെ ആ ഒരു മറുപടി കേട്ടതോടുകൂടി ശ്രേയയ്ക്ക് നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഞാൻ പോയി കഴിഞ്ഞാൽ പോവുമെന്ന് മനസ്സിലാക്കുന്ന ശ്രേയ അടുത്ത അടവെടുക്കുകയാണ്. എങ്കിൽ നിങ്ങൾ 6 മണി വരെ തന്നെ ജോലി ചെയ്താൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, 6 മണിക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളെല്ലാവരും 6 മണിയുടെ ക്ലോക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സെൽഫി എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രേയ പോകുന്നത്. ഈ സമയം ബാലൻ ചാരുവിനോട് പറയാണ്, ആകാശിന് എന്തായാലും വരാൻ കഴിഞ്ഞില്ല എന്ന് കരുതി മോള് പോവാതിരിക്കണ്ട, മോള് പോവണം. അല്ല ബാലമ്മേ, ഞാനും പോകുന്നില്ല, അത് പറ്റില്ല, എനിക്കിപ്പോൾ നിന്നോടൊപ്പം വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് തോട്ടത്തിലേക്ക് പോവാനുണ്ട്, അതുകൊണ്ടാണ് മോളെ ഞാൻ വരാത്തത്. നീ എന്തായാലും പോവണം, നീ ആരെയെങ്കിലും കൂട്ടിപ്പോയിക്കോ, നിൻ്റെ കൂട്ടുകാരി വരില്ലേ, ഞാൻ അമൃതേച്ചിയെ വിളിച്ചു പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ചാരു നേരെ പോവുകയാണ് അമൃതയുടെ വീട്ടിലേക്ക്. അപ്പോഴൊക്കെ ഹേമയും അശ്വതിയും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവളുടെ പോക്ക് മുടക്കാം എന്ന് കരുതുമ്പോൾ ആകാശ് വന്നില്ലെങ്കിലും ഇവൾ പോവില്ല എന്നാണ് കരുതിയത്. പക്ഷേ ഇവളോട് വീണ്ടും പോവാൻ പറയുന്നത് കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ട് തോറ്റു എന്നൊക്കെ ഹേമ അശ്വതിയോട് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ചാരു പോകുന്നത് കാണുമ്പോൾ അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചാരു അമൃതയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം ആകാശിനോട് അവിടെ സ്റ്റാഫുകളെല്ലാവരും പറയുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ ഈ സ്ട്രിക്റ്റ് കാണുമ്പോൾ എനിക്ക് ലൈഫാണ് ഓർമ്മ വരുന്നത്, എനിക്കെന്തോ വല്ലാത്ത ടെൻഷനും തലവേദനയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഗോപാലൻ പറയണേ, എനിക്കിപ്പോൾ അതല്ല പ്രശ്നം, എൻ്റെ മോനെ ഞാനാണ് സ്കൂളിൽ പോയിട്ട് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവേണ്ടത്. എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ അവിടെ ഒറ്റയ്ക്കാവും, അവന് വല്ലാതെ പേടിച്ച് കരയും, അതുകൊണ്ട് എനിക്കിപ്പോൾ കുട്ടിയെ ഓർത്ത് വല്ലാത്ത ടെൻഷൻ വരുന്നു, എൻ്റെ മോൻ അവിടെ പേടിച്ച് നിൽക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്റ്റാഫുകളും ഓരോരോ പരാതികൾ ആകാശിനോട് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ആകാശ് പറയണേ, ഒരു കാര്യം ചെയ്യാം, എന്താണ് പറഞ്ഞത്, ക്ലോക്കിൻ്റെ മുന്നിൽ നിന്ന് 6 മണിയാകുന്ന സമയത്ത് ക്ലോക്കിൻ്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് മാഡത്തിൻ്റെ വാട്സപ്പിലേക്ക് അയക്കണം എന്നല്ലേ പറഞ്ഞത്, അതിപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കെടുക്കാം. എന്താണ് ആകാശ് സാർ പറയുന്നത്, ഞാൻ ഇതാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആകാശ് അവിടെയുള്ള ക്ലോക്കിൻ്റെ സൂചി മാറ്റിയിട്ട് 6 മണി എന്നുള്ളത് ആക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആകാശ് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കുകയാണ്. അങ്ങനെ ഓരോ സ്റ്റാഫുകളോടും അതുപോലെ സെൽഫി എടുക്കാൻ പറയട്ടെ. അങ്ങനെ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും, സൗമ്യയും ഗോപാലനും അങ്ങനെ എല്ലാ സ്റ്റാഫുകളും സെൽഫി എടുക്കുകയാണ്. ക്ലോക്കിൻ്റെ മുന്നിൽ നിന്ന് 6 മണി എന്നുള്ള സൂചി ആക്കിയതോട് കൂടിയിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ശിവൻ പിയൂണ് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാളാകെ അന്തം വിടുകയാണ് ആകാശിൻ്റെ ഈ ബുദ്ധി കാണുന്ന സമയത്ത്. എന്നിട്ട് എല്ലാ സ്റ്റാഫുകളും ആകാശിനെ പുകഴ്ത്തി പറയുകയാണ്, ആകാശ് സാറിൻ്റെ തലയിൽ നല്ല ബുദ്ധിയാണല്ലോ, ശരീരം മുഴുവനും ബുദ്ധി തന്നെയാണെന്നാണ് തോന്നുന്നത്, ഈ ഒരു ഐഡിയ ഞങ്ങൾക്ക് ആർക്കും പോയില്ല, ആകാശ് സാറിനെ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഗോപാലൻ പെട്ടെന്ന് തന്നെ ശ്രേയയുടെ വാട്സപ്പിലേക്ക് ഈ സെൽഫി എടുത്ത ഫോട്ടോ അയച്ചു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയണേ, എന്താണ് സാർ ഈ കാണിക്കുന്നത്, അല്ല മാഡത്തിന് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്, എന്നാൽ പിന്നെ ഇപ്പം തന്നെ അയച്ചു കൊടുക്കാമെന്നാണ് കരുതി, എന്താ സാർ ഈ വിഡ്ഢിത്തരം പറയുന്നത്, ഇപ്പോൾ വെറും 4:15 ഉള്ളൂ, ഈ സമയത്ത് സെൽഫി എടുത്ത് അയച്ചു കൊടുത്താൽ മേഡത്തിന് എല്ലാ കാര്യവും മനസ്സിലാവില്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് നിന്ന് 6 മണി ആകുന്ന സമയത്ത് നിങ്ങൾ മേഡത്തിൻ്റെ ഫോണിലേക്ക് ഈ സെൽഫി എടുത്തത് അയച്ചു കൊടുത്താൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ മേഡം കണ്ടുപിടിക്കും, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആരും ധൃതി പിടിച്ച് അയച്ചു കൊടുക്കാനൊന്നും നിൽക്കരുത് എന്ന് പറഞ്ഞ് ആകാശ് എല്ലാവരെയും നല്ലതുപോലെ മനസ്സിലാക്കി കൊടുത്ത ശേഷമാണ് എല്ലാവരും ഓഫീസിൽ നിന്നും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ശിവൻ കാണുകയാണ്. ഓഫീസിൽ നിന്നും ഇറങ്ങിയ ശേഷം ചാരുവിൻ്റെ ഫോണിലേക്ക് ആകാശ് വിളിക്കുകയാണ്, ഞാൻ 10 മിനിറ്റിനുള്ളിൽ കാക്കോത്തി അവിടേക്ക് വരാം, നീ റെഡിയായി നിൽക്കുക എന്ന് പറയുമ്പോൾ, അത് പിന്നെ അക്കുച്ചേട്ടാ ഞാൻ വീട്ടിൽ നിന്നും പോന്നല്ലോ, അക്കുച്ചേട്ടൻ്റെ ജോലി കഴിഞ്ഞു, ആ ജോലിയൊക്കെ കഴിഞ്ഞു, ഞാനിപ്പോൾ പുറത്തിറങ്ങി, എങ്കിൽ നീ എന്തായാലും അമ്പലത്തിലേക്ക് അമൃതയെയും കൂട്ടിപ്പോയിക്കോ, ഞാൻ അവിടേക്ക് വന്നോളാം എന്ന് പറഞ്ഞാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ അമൃത ഇതൊക്കെ കേൾക്കുമ്പോൾ, ഞാനൊന്നുമില്ല, നീ തന്നെ പോയാൽ മതി, എന്നെ നീ ഇവിടെ എവിടെയെങ്കിലും ഇറക്കി തന്നാൽ മതി, അത് വേണ്ട അമൃതേച്ചി, നമുക്ക് 3 പേർക്കും കൂടി ക്ഷേത്രത്തിലേക്ക് പോവാമല്ലോ, അതൊന്നും വേണ്ട, ഞാൻ പിന്നീട് ഒരു ദിവസം പൊയ്ക്കോളാം, നീ
ഏതായാലും ആകാശിൻ്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി നീ കുറച്ചുകൂടി മുന്നിൽ കൊണ്ടുപോയി നിർത്ത്, എന്നിട്ട് ഞാൻ അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറയട്ടോ. ഈ സമയം അനുവും കൂട്ടുകാരിയും കൂടി ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അവർ സ്കൂട്ടിയിലാണ് വരുന്നത്. പെട്ടെന്ന് വഴിയിൽ വെച്ച് സ്കൂട്ടി അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനു ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്താടി പെട്ടെന്ന് വണ്ടി നിന്നത്? അറിയില്ല അനു, നീ എന്തായാലും ഒന്ന് ഇറങ്ങുക എന്ന് പറയട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുപാട് സ്റ്റാർട്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് അനുവും കൂട്ടുകാരിയും ആ കാഴ്ച കാണുന്നത്. 3 പേര് കൂടി ബോധമില്ലാതെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, മദ്യപിക്കുന്നത് കാണുകയാണ്. അത് കണ്ടപ്പോൾ അവർക്കൊന്ന് പേടിയാവുകയാണ് കേട്ടോ. ആ 3 പേരും ആള് ശരിയല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പെട്ടെന്ന് അനുവിനെയും ഈ കുട്ടിയെയും കാണുമ്പോൾ അവർ പറയണ, ഹെടാ 2 പെൺകൊച്ചുകളതാ വണ്ടി സ്റ്റാർട്ടാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു, നമുക്കെന്തായാലും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താലോ എന്നും പറഞ്ഞ് അവർ 3 പേരും കൂടി ആടി കൊണ്ട് മദ്യപിച്ച് ബോധമില്ലാതെ ലെക്ക് കെട്ട് അവർ 3 പേരും കൂടി നേരെ അനുവിൻ്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി അവരോട് മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ചാരു എത്തുന്നത്. അങ്ങനെ ചാരുവിൻ്റെ കയ്യിൽ നിന്നും അവർക്ക് കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.